മധ്യ പസഫിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്രിസ്മസ് ദ്വീപ് എന്നറിയപ്പെടുന്ന പുതുവർഷത്തെ ആദ്യം വരവേൽക്കുന്ന കൊച്ചു ദ്വീപാണ് കിരിബാത്തി. കിരിബാത്തി എന്താണ്? മധ്യ പസഫിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപാണ് കിരിബാത്തി. ക്രിസ്മസ് ദ്വീപ് എന്നറിയപ്പെടുന്നുണ്ട്. പുതുവർഷത്തെ ആദ്യം വരവേൽക്കുന്ന കൊച്ചു ദ്വീപാണ് കിരിബാത്തി. 2025 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായ ഗാനരചയിതാവാണ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. അന്തരിച്ച എഴുത്തുകാരൻ MT വാസുദേവൻ നായരുടെ സ്മരണയ്ക്കായി സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിക്ക് നൽകുന്ന പേരാണ് MT നീള. 2024 ഡിസംബർ 25-നാണ് MT വാസുദേവൻ നായർ അന്തരിച്ചത്. ഇദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കായാണ് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിക്ക് MT നീള എന്ന പേര് നൽകിയത്. 2027 റോക്കറ്റ് വിക്ഷേപണത്തിന് ഒരുങ്ങുന്ന ISROയുടെ രണ്ടാമത്തെ വിക്ഷേപണ കേന്ദ്രമാണ് തൂത്തുക്കുടിയിലെ കുലശേഖരപട്ടണം. പുതുവർഷത്തിൽ ഓൺലൈൻ തട്ടിപ്പ് തടയാൻ 3 പദ്ധതികൾ നടപ്പിലാക്കാൻ കേരള പോലീസ്. എന്തൊക്കെയാണ് പദ്ധതികൾ? 1. വാട്സാപ്പ് ചാറ്റ് ബോട്ട്, 2 അക്കൗണ്ട് സ്കോറിംഗ്, 3 ഡിവൈസ് വൈറ്റ് ലിസ്റ്റിംഗ്. ഇതിൽ അക്കൗണ്ട് സ്കോറിങ്ങും ഡിവൈസ് വൈറ്റ് ലിസ്റ്റിങ്ങും ഇസ്രയേൽ നടപ്പിലാക്കി വിജയിച്ച പദ്ധതികളാണ്. 2025 മുതൽ 2039 വരെയുള്ള ജനറേഷൻ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ബീറ്റ. 2025 മുതൽ 2039 വരെയുള്ള ജനറേഷനാണ് ബീറ്റ എന്ന പേരിൽ അറിയപ്പെടുന്നത്. സംസ്ഥാനത്ത് 250 യൂണിറ്റിന് മേൽ പ്രതിമാസ വൈദ്യുതി ഉപയോഗമുള്ള ഗാർഹിക ഉപയോക്താക്കളിൽ 5 ലക്ഷം പേർക്ക് ബാധകമാകുന്ന പുതിയ ബില്ലിംഗ് രീതിയാണ് ടൈം ഓഫ് ഡേ ബില്ലിംഗ്. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ 10% ചാർജ് കുറവും വൈകിട്ട് 6 മുതൽ രാത്രി 10 വരെ 25% അധിക ചാർജും ഈടാക്കുന്ന ബില്ലിംഗ് രീതിയാണ് ടൈം ഓഫ് ഡേ. സംസ്ഥാനത്ത് 250 യൂണിറ്റിന് മേൽ പ്രതിമാസ വൈദ്യുതി ഉപയോഗമുള്ള ഗാർഹിക ഉപയോക്താക്കളിൽ 5 ലക്ഷം പേർക്ക് ബാധകമാകുന്ന പുതിയ ബില്ലിംഗ് രീതിയാണ് ടൈം ഓഫ് ഡേ ബില്ലിംഗ്. സമൂഹത്തിൽ വളരെയേറെ വിവേചനം നേരിടുന്ന ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനെ ചേർത്ത് പിടിക്കുന്ന ദേവിക വാര്യത്തിൻ്റെ പുസ്തകമാണ് ഡമരു. സമൂഹത്തിൽ വളരെയേറെ വിവേചനം നേരിടുന്ന ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനെ ചേർത്ത് പിടിക്കുന്ന ദേവിക വാര്യത്തിൻ്റെ പുസ്തകമാണ് ഡമരു. ഡമരു എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാണ് ദേവിക വാര്യർ. ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നും വിക്ഷേപിക്കുന്ന 100ാമത്തെ ഉപഗ്രഹമാണ് നാവിഗേഷൻ ഉപഗ്രഹം NV-02. ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്ന് വിക്ഷേപിക്കുന്ന 100ാമത്തെ ഉപഗ്രഹമാണ് NV-02. നാവിഗേഷൻ ഉപഗ്രഹമാണ് ഇത്. സന്തോഷ് ട്രോഫി ടൂർണമെൻറ്റിലെ മികച്ച താരമാണ് റോബി ഹാൻസ്ഡയാണ് സന്തോഷ് ട്രോഫി ടൂർണമെൻറ്റിലെ മികച്ച താരം. റോബി ഹാൻസ്ഡ ബംഗാൾ സ്വദേശിയാണ്. റോബി ഹാൻസ്ഡ 33 തവണ സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം സ്വന്തമാക്കിയത് ബംഗാളാണ്. 33 തവണ സന്തോഷ് ട്രോഫി കിരീടം സ്വന്തമാക്കിയത് ബംഗാളാണ്. കേരളം ആകുന്നത് 9ാം തവണയാണ്. കേരളം റണ്ണറപ്പാകുന്നത് 9ാം തവണയാണ്. അപ്പോൾ സന്തോഷ് ട്രോഫി ടൂർണമെൻറ്റിലെ മികച്ച താരമാണ് റോബി ഹാൻസ്ഡ. അടുത്തത് 2025 എന്തൊക്കെ വർഷമായിട്ടാണ് ആചരിക്കുന്നത്? 2023 എന്ത് വർഷമായിരുന്നു? മില്ലറ്റ് വർഷമായിരുന്നു. 2024 ഒട്ടക വർഷം. അപ്പോൾ 2025 എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അന്താരാഷ്ട്ര ക്വാണ്ടം സയൻസ് വർഷം, സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വർഷം, അന്താരാഷ്ട്ര സഹകരണ വർഷം, ഹിമാനികളുടെ സംരക്ഷണ വർഷം. ഒന്നുകൂടി നോക്കാം. അന്താരാഷ്ട്ര ക്വാണ്ടം സയൻസ് വർഷമാണ് 2025. സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വർഷമാണ് 2025. അന്താരാഷ്ട്ര സഹകരണ വർഷമാണ് 2025. ഹിമാനികളുടെ സംരക്ഷണ വർഷം കൂടിയാണ് 2025. പഞ്ചാബ് സർക്കാർ സന്ദർശകർക്കായി തുറന്നുകൊടുത്ത പുഞ്ച് ഹൗസിലെ ഭഗത് സിംഗ് ഗാലറി സ്ഥിതി ചെയ്യുന്നത് എവിടെ? പഞ്ചാബ് സർക്കാർ സന്ദർശകർക്കായി തുറന്നുകൊടുത്ത പുഞ്ച് ഹൗസിലെ ഭഗത് സിംഗ് ഗാലറി സ്ഥിതി ചെയ്യുന്നത് പാകിസ്ഥാനിലെ ലാഹോറിലാണ്. ഭിന്നശേഷിക്കാർക്ക് ഈന്തപ്പന ഉൽപ്പന്നങ്ങൾ വിറ്റഴിച്ച് വരുമാനം നേടാനുള്ള അതുല്യമായ സംരംഭമാണ് ഇടം.
ഭിന്നശേഷിക്കാർക്ക് ഈന്തപ്പന ഉൽപ്പന്നങ്ങൾ വിറ്റുവെച്ച് വരുമാനം നേടാനുള്ള അതുല്യമായ സംരംഭം ഏതാണ്? ഇടം. ഇനീഷ്യേറ്റീവ് ഓഫ് ഡിഫറൻ്റ്ലി ഏബിൾഡ് മൂവ്മെൻറ്റ് എന്നാണ് ഇടം എന്നതിൻ്റെ പൂർണ്ണരൂപം.